വിജയീ ഭവ. എല്ലാവരും വിജയിക്കാനുള്ള ചിന്തയുമായിട്ടാണ് നടക്കുന്നത് എന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ. വിജയം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ദിവസം ഉണ്ടായി വരുന്നതല്ല, തുടർച്ചയായിട്ടുള്ളൊരു പ്രോസസ്സിൻ്റെ കൂടെ കടന്നു പോകുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. ഗംഗയുടെ തീരത്തെ ഒരു ചെറിയ ഗ്രാമം. ഈ ഗ്രാമത്തിൽ ഒരു വിധവയുണ്ടായിരുന്നു. ഈ വിധവയ്ക്ക് ഒരു മകനുണ്ടായിരുന്നു. ഈ ചെറിയ മകനും ഈ സ്ത്രീയും വളരെ കഷ്ടപ്പെട്ട് ഗ്രാമങ്ങളിൽ പോയിട്ട് ഗ്രാമങ്ങളിൽ കുറച്ച് സ്ഥലം അവർക്കുള്ളൂ, അതിൽ കുറച്ച് കൃഷിയൊക്കെ ചെയ്ത് മറ്റു വീടുകളിൽ വേലയ്ക്കൊക്കെ പോയിട്ട് അവരങ്ങനെ ജീവിച്ചു വരികയാണ്. ആരോടും പരിഭവവും പരാതിയില്ലാതെ ഈ അമ്മയും മകനും അവരുടെ ജീവിതത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന തൊഴിലുകളെല്ലാം ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടെ ഉത്സവത്തിന് ഒരു ചെണ്ട കൊട്ടുന്ന ഒരു സംഘത്തെ ഈ ചെറിയ മകൻ കണ്ടു. അവൻ്റെ മനസ്സിലൊരു വലിയ ആഗ്രഹം തോന്നി, ഒരു ചെണ്ട വാങ്ങാൻ കഴിഞ്ഞെങ്കിൽ, ഒരു ചെണ്ട എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് അവന് വലിയ ആഗ്രഹം തോന്നി. പക്ഷേ തൻ്റെ നിർധനരായിട്ടുള്ള ഈ അമ്മയോട് പറഞ്ഞിട്ട് എന്താ കാര്യം? കുട്ടിക്ക് കാര്യം മനസ്സിലായതുകൊണ്ട് കുട്ടി വളരെ മൗനം ദീക്ഷിച്ച് സ്വന്തം കാര്യങ്ങൾ നോക്കി ഇങ്ങനെ നടന്നു. ഒരു ദിവസം അമ്മ ചന്തയിലേക്ക് പോവുകയാണ്. അവർക്ക് ധാരാളം കോഴികളെ അവർ വളർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കോഴികളെ വിൽക്കാൻ വേണ്ടി ചന്തയിലേക്ക് പോകുന്ന സമയത്ത് അമ്മ ചോദിച്ചു, മോനെ നിനക്ക് വല്ല ആഗ്രഹമുണ്ടോ, എന്തെങ്കിലും വാങ്ങണമെന്ന് വല്ല ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. ആ അമ്മയ്ക്ക് അതൊക്കെ സാധിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന അമ്മയായിട്ടല്ല ചോദിച്ചത്, എങ്കിലും മകൻ്റെ ഒരു ആഗ്രഹം ചോദിച്ചേക്കാമെന്ന് ചോദിച്ചാണ്. മകൻ പറഞ്ഞു, അല്ല എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല, എന്നാലും നീ പറയൂ, ഞാൻ ചന്തയ്ക്കല്ലേ പോകുന്നത്, കോഴിയെ വിറ്റ് കുറച്ച് പൈസ കിട്ടില്ലോ, നീ എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞോളൂ, ഞാൻ നടപ്പിലാക്കി തരാമെന്ന് പറഞ്ഞു. കുട്ടിയെ നിർബന്ധിച്ചപ്പോൾ കുട്ടി പറഞ്ഞു, എനിക്കൊരു ചെണ്ട വേണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. അത് പറഞ്ഞോടുകൂടി അമ്മയ്ക്ക് ആകെ വിഷമമായി. ഇന്ന് തനിക്ക് കിട്ടുന്ന മുഴുവൻ സമ്പാദ്യം ഉപയോഗിച്ചാലും ഒരു ചെണ്ട വാങ്ങാൻ പറ്റില്ല. ഒരു ചെണ്ട വാങ്ങലും നടക്കുന്ന കാര്യമല്ല. അമ്മ വളരെ വിഷമിച്ചാണ് ചന്തയ്ക്ക് പോയത്. ചന്തയ്ക്ക് പോയി തിരിച്ചു വന്നു. ചെണ്ടയ്ക്കൊക്കെ വില ചോദിച്ചു, പക്ഷേ വാങ്ങാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി അമ്മയ്ക്കില്ല. കുട്ടിക്കും അതറിയാം, കുട്ടിയും പ്രതീക്ഷിക്കുന്നില്ല. അമ്മ റോഡിലൂടെ നടന്നു വരുന്ന സമയത്ത് ഒരു വലിയ വിറകും കൊള്ളി കണ്ടു. അമ്മയ്ക്ക് എന്ത് തോന്നിയെന്ന് അറിയില്ല. അമ്മ ഈ വിറകും കൊള്ളി എടുത്ത് ചുമ്മാ വീട്ടിലേക്ക് നടന്നു. വീട്ടിൽ വന്നപ്പോൾ മകൻ്റെ കയ്യിൽ ചെണ്ട കൊടുത്തില്ല, പക്ഷേ ഈ വിറകും കൊള്ളി കൊടുത്തു. കുട്ടിയൊന്നും ചിന്തിച്ചില്ല. അമ്മ ഒരു വിറകും കൊള്ളി തന്നു, വിറകും കൊള്ളി കൈ പിടിച്ചു. അവൻ കളിക്കാൻ പോകുന്ന സമയത്ത് ഈ വിറകും കൊള്ളിയായിട്ടാണ് അവൻ പോയത്. വിറകും കൊള്ളിയായിട്ട് അവൻ പോകുന്ന സമയത്ത് ഒരു വീടിൻ്റെ ഉമ്മറത്ത് ഒരു കിഴവി ഇരുന്നു ചപ്പാത്തി ചുടുന്നു. ചപ്പാത്തി ചുടാൻ ശ്രമിക്കുകയാണ് അവർ ചാണകവരളി ഉപയോഗിച്ചിട്ടാണ് ഈ ചപ്പാത്തി ചുടാൻ നോക്കുന്നത്. പക്ഷെ ഈ ചാണകവരളി ഉണങ്ങാത്തത് കൊണ്ട് അത് പുകയണം. പുകയിട്ട് ഈ സ്ത്രീയുടെ കണ്ണിലും മൂക്കിലും ഒക്കെ പുകയൊക്കെ വന്നിട്ട് ആകെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്ന് ആകെ അസ്വസ്ഥയും വീശലും ഒക്കെ ആയിട്ടിരിക്കുകയാണ്. ഈ വിറകുമൂല്യമായിട്ട് വരുന്ന ഈ കുട്ടി ചോദിച്ചു, എന്താ പറ്റിയ അമ്മ, മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ ഈ ചാണകവരളി ഉണങ്ങിയിട്ടില്ല, അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ചപ്പാത്തി ചുട്ടെടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ കുട്ടി വേഗം ഈ വിറക് കൊള്ളി, ഈ വലിയ വിറക് കൊള്ളി അമ്മൂമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് മതിയോ എന്ന് ചോദിച്ചു. ഓ സന്തോഷം, നീ ഇവിടെ ഇരിക്കട്ടോ എന്ന് പറഞ്ഞു. വിറക് വെച്ചോടുകൂടി അടുപ്പ് ഭംഗിയായിട്ട് കത്താൻ തുടങ്ങി. ചപ്പാത്തി ചുട്ടു. ഈ അമ്മൂമ്മ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, മോനെ നീ ഒരു വിറക് കൊള്ളി തന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു ചപ്പാത്തി എടുത്തിട്ട് ഈ കുട്ടിയുടെ കയ്യിൽ കൊടുത്തു. കുട്ടി ഈ ചപ്പാത്തി ഭദ്രമായി ഒരു ഇലയിൽ പൊതിഞ്ഞ് കൈ പിടിച്ചിട്ട് നടക്കുകയാണ്. നടക്കുന്ന സമയത്ത് ഒരു കലം വിൽക്കുന്ന ഒരു സ്ത്രീ, അതിൻ്റെ ഒക്കത്ത് ചെറിയ കുഞ്ഞുണ്ട്, തലയിലൊരു കലമുണ്ട്, വളരെ കഷ്ടപ്പെട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഈ ഒക്കത്തിരിക്കുന്ന കുഞ്ഞ് കരഞ്ഞ് ബഹളം വയ്ക്കുകയാണ്. ഈ തലയിലിരിക്കുന്ന ഈ കൊട്ട ഇങ്ങനെ വളരെ ശ്രദ്ധിച്ച് പിടിച്ചിരിക്കുക, ചെറിയ കുഞ്ഞാണ്. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ ദയനീയമായിട്ടുള്ള കരച്ചിലായിട്ട് ഇപ്പോൾ ഈ കുട്ടി ചോദിച്ചു, നമ്മുടെ കഥാനായകനായിട്ടുള്ള കുട്ടി ചോദിച്ചു, എന്താ കുട്ടി കരയണത്? എൻ്റെ മോനെ ഒന്നും കൊടുക്കാനില്ലടാ, ഇതുവരെ കലമൊന്നും വിറ്റിട്ടില്ല, കുട്ടിക്ക് വിശന്നിട്ടാണ് കരയണത്, എൻ്റെ കയ്യിൽ ഒന്നും കൊടുക്കാനില്ല, ഒന്നും വാങ്ങിക്കൊടുക്കാൻ എൻ്റെ കയ്യിൽ പണം പോലും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടി പറഞ്ഞു, അതിനെന്താ കുഴപ്പം, നിങ്ങളുടെ ഈ പ്രശ്നം സോൾവ് ചെയ്യാനുള്ളൊരു മാർഗ്ഗം എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ കയ്യിൽ കണ്ട ഈ പൊതിയിലൊരു ചപ്പാത്തി ഉണ്ടെന്ന് പറഞ്ഞു.
വേഗം ഈ കുട്ടിക്ക് ചപ്പാത്തി കൊടുത്തു. ഒരു കലം താഴെ ഇറക്കി കുട്ടിക്ക് ചപ്പാത്തി കൊടുത്തു. ചപ്പാത്തി കൊടുത്തപ്പോൾ കുട്ടി വളരെ ശാന്തമായി. അതിന് വിശന്നിട്ടാണ് അത് കരഞ്ഞിരുന്നത്. അപ്പോൾ അത് ശാന്തമായി കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, എൻ്റെ മകൻ്റെ വിശപ്പ് മാറ്റിയല്ലേ, നിനക്ക് ഇരിക്കട്ടെ ഒരു കലം എന്ന് പറഞ്ഞിട്ട് ഒരു കലം എടുത്ത് കൊടുത്തു. കലവുമായി കുട്ടി ഇങ്ങനെ മുന്നോട്ട് നടക്കുന്ന സമയത്ത് ഒരു അലക്കുകാരൻ്റെ വീടിൻ്റെ മുന്നിൽ കൂടെ പോകുന്ന സമയത്ത് അലക്കുകാരൻ്റെ ഭാര്യയും അലക്കുകാരും തമ്മിൽ ഗംഭീര അടി നടക്കുക. കുട്ടി വേഗം അവിടെ നിന്ന് എന്തിനാണ് നിങ്ങൾ തല്ലുകൊണ്ടെന്ന് ചോദിച്ചു. പറഞ്ഞു ആകെ ഒരു കല അവിടെ ഉണ്ടായിരുന്നുള്ളൂ, അതിനാണ് ഞാൻ ഈ അലക്കാനുള്ള തുണികൾ പുഴുങ്ങുകയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഇവള് അടച്ചു കളഞ്ഞു. ഈ സ്ത്രീ പറഞ്ഞു ഞാൻ അടച്ചതല്ല, അറിയാതെ ഞാൻ നായനെ എറിഞ്ഞതാണ്. നായനെ എറിഞ്ഞപ്പോൾ കല്ലറിയാണ്ട് കൊണ്ടതാണ്, എൻ്റെ ഉത്തരവാദിത്തമല്ല, ഞാൻ നായ എറിഞ്ഞാന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടി പറഞ്ഞു അതിനെന്താ വിഷമിക്കുന്നത്, എൻ്റെ കയ്യിലൊരു കലം ഉണ്ട്, നിങ്ങളത് എടുത്തോളാൻ പറഞ്ഞിട്ട് ഈ കലം കൊണ്ടു കൊടുത്തു. കലം കിട്ടിയ അലക്കുകാരൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ഭംഗിയായിട്ടുള്ള ഒരു കുപ്പായം കുട്ടിക്ക് സമ്മാനിച്ചു. ഇനി ഈ കുപ്പായവും പിടിച്ച് പോകുന്ന സമയത്തോ ഒരു കുതിരപ്പുറത്ത് ഒരാൾ വരികയാണ്. ഇയാളെ പ്രത്യേകത വെച്ചാൽ ഇയാൾ നനഞ്ഞൊട്ടിയ വസ്ത്രവും ആകെ കിട്ടുകിട്ട് വിറച്ചുകൊണ്ടാണ് ഇയാൾ വരുന്നത്. അങ്ങനെ തണുപ്പിൻ്റെ ശക്തി കൊണ്ട് വിറച്ച് ആകെ പ്രശ്നമായിട്ട് അയാൾ വരുന്നത്. കുട്ടി വേഗം കുതിരക്കാരനോട് ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞാൻ ഒരു യാത്രക്കാരനാണ്, ഗംഗയിലെ മുങ്ങാൻ വേണ്ടി പോകുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ കൊള്ളക്കാരെ എന്നെ തടഞ്ഞ് എൻ്റെ വസ്ത്രം, എൻ്റെ കയ്യിലുള്ള പണം എല്ലാം അപഹരിച്ചു. എൻ്റെ ഈ കുതിരയുടെ പുറത്ത് ഞാൻ വരുന്ന സമയത്താണ് ഈ കുതിരയെ തടഞ്ഞു നിർത്തിയിട്ട്, പക്ഷേ ഈ കുതിര എന്നെ ഒന്നും സംരക്ഷിച്ചില്ല, എൻ്റെ ഒരു വസ്ത്രമില്ല, ഞാൻ ആകെ നനഞ്ഞിപ്പോൾ വിറച്ച് ചത്തു പോകുന്നു. കുട്ടി പറഞ്ഞു അതിനെന്താ വിരോധം, എൻ്റെ കയ്യിലുള്ള ഈ ഷർട്ട് അങ്ങ് എടുത്തോളാൻ പറഞ്ഞു, കുപ്പായം എടുത്തോളാൻ പറഞ്ഞു. വേഗം കുപ്പായം കൊടുത്തു. കുതിരക്കാരൻ പറഞ്ഞു എന്നെ ആപത്തിൽ രക്ഷിക്കാത്ത ഈ കുതിരയെ എനിക്ക് വേണ്ട, നീ എടുത്തോളാൻ പറഞ്ഞു. കുട്ടിക്ക് കുതിര കിട്ടി. കുട്ടി കുതിരേനെയും പിടിച്ചിട്ട് ഇങ്ങനെ നടക്കണം. അപ്പോൾ അവൻ്റെ മനസ്സിലിങ്ങനെ സന്തോഷമായി, എനിക്കൊരു കുതിര കിട്ടിയില്ല എന്നുള്ളത്. പക്ഷെ അവൻ സംതൃപ്തനല്ല. കുതിരയുമായിട്ട് അവനൊരു അമ്പലത്തിൻ്റെ മുമ്പിലോട്ട് എത്തിയപ്പോൾ അവിടെ ആൽത്തറയിൽ കുറേ ആൾക്കാർ ഇരിക്കുന്നു. അവരൊരു വിവാഹ വരൻ്റെ പാർട്ടിയാണ്. അപ്പോൾ അവിടുത്തെ സിസ്റ്റം അനുസരിച്ച് വരൻ കുതിരപ്പുറത്താണ് വധുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലേണ്ടത്. കുതിരക്കാരൻ വരാമെന്ന് പറഞ്ഞ ആൾ പറ്റിച്ചു, അയാൾ വന്നിട്ടില്ല. അപ്പോൾ തൻ്റെ കുടുംബത്തിൻ്റെ ഒരു മാനഹാനി ഉണ്ടാവുമെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും വരനൊക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. കാരണം കുതിരപ്പുറത്ത് ചെന്നാലാണ് അതിനൊരു സ്റ്റാറ്റസ് ഉള്ളൂ. ഇനി എന്ത് ചെയ്യുന്നു പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് കുട്ടിയുടെ വരവ് കുതിരയും കൊണ്ട്. കുട്ടി ചോദിച്ചു എന്താ നിങ്ങളെല്ലാവരും ആൽത്തറയിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കണം. അല്ല ഇങ്ങനൊരു പ്രോബ്ലത്തിലാണെന്ന് പറഞ്ഞു. അതിനെന്താ വിരോധം, നിങ്ങൾ ഈ കുതിരയെ കൊണ്ടുപോകണം പറഞ്ഞു. അവർക്ക് സന്തോഷമായി. വേഗം കുതിരേനെ ഇവർക്ക് കൊടുത്തു. അപ്പോഴാണ് വിവാഹ സംഘത്തിൽ ഇവരിൽ ചെണ്ടമേളൊക്കെ ആയിട്ടാണ് ഇവർ പോയിരുന്നത്. അപ്പോൾ വരൻ ആ ചെണ്ടക്കാരനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നമുക്കിപ്പോൾ കൊടുക്കാനായിട്ട് വേറെ ഒന്നുമില്ല, ആ ചെണ്ട അങ്ങോട്ട് അവന് കൊടുക്കാൻ പറഞ്ഞു. കുട്ടിക്ക് ചെണ്ട കിട്ടി. ചെണ്ടയുമായി കുട്ടി നേരെ വീട്ടിലേക്ക് ഓടി വന്ന് എൻ്റെ അമ്മോട് പറഞ്ഞു അമ്മ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായി, അമ്മ തന്ന വിറകും കുള്ളിയിൽ നിന്ന് ഞാനൊരു ചെണ്ട സമ്പാദിച്ചു. അമ്മയ്ക്കും സന്തോഷമായി, കുട്ടിക്കും സന്തോഷമായി. കുട്ടി വളരെ ഭംഗിയായിട്ട് ചെണ്ട കൊട്ടാനും സന്തോഷിക്കാനും തുടങ്ങി. ഈ കഥ എന്താണ് നമ്മളോട് പറയുന്നത്? നമ്മളോട് പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തു വേണം എന്ന് നമ്മൾ വ്യക്തമായി തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മുമ്പിലേക്ക് വരുന്നതിനുള്ള, അതിന് വേണമെങ്കിൽ നമുക്ക് ഈശ്വരീയമായിട്ടുള്ളൊരു ചൈതന്യം നല്ല വേറെ എക്സോർവ ഏത് വേണമെങ്കിലും വിളിക്കാം. പക്ഷേ അങ്ങനെ ഒരു സംഭവം പ്രപഞ്ചത്തിൽ നടക്കുന്നുണ്ട്. നമ്മളെന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മളിലേക്ക് കൊണ്ടുവരും. നമ്മളെന്താണോ ഏറ്റവും ഭംഗിയായിട്ട് ആഗ്രഹിക്കുന്നത്, അത് കിട്ടണമെന്ന് വാശിയോടുകൂടി ആഗ്രഹിക്കുന്നത്, അത് നമ്മളിലേക്ക് വന്നു ചേരുന്നുണ്ടെന്ന് എന്നുള്ളതാണ്. ഞാൻ ഈ വിഷയം ഒരുപാട് സുഹൃത്തുക്കളോട് സംസാരിക്കുന്ന സമയത്ത് അവരെല്ലാം പറയുന്ന കാര്യം, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അത് നടക്കണമെന്ന് പറഞ്ഞ് വിചാരിക്കുന്ന ഒരു കാര്യം നമ്മുടെ ഉള്ളിലേക്ക് വരും. അതുകൊണ്ടാണ് ആ വിറകും കൊള്ളി കൊണ്ടുവരുന്ന സമയത്ത് അവിടെ കൃത്യമായിട്ടൊരു അമ്മൂമ്മ വരികയും ആ കൃത്യമായിട്ടുള്ള ആ അമ്മൂമ്മ നിന്നും പിന്നെ അലക്കുകാരിൽ നിന്നും കുതിരക്കാരിൽ നിന്ന് കല്യാണ പാർട്ടിയിലേക്കും പോകുന്നുണ്ടെങ്കിൽ ഇതൊരു പ്രപഞ്ചത്തിൻ്റെ ഒരു താളക്രമമുണ്ട്. ആരാണോ ജീവിതത്തിൽ ആഗ്രഹിച്ച് എന്തെങ്കിലും വേണമെന്ന് ആഗ്രഹിച്ചു നടക്കുന്നത് അവനിലേക്ക് ഈ പ്രപഞ്ചം അട്രാക്റ്റ് ചെയ്ത് വന്ന് അവന് ആവശ്യമായിട്ടുള്ള സാധനം തരും എന്നുള്ളതാണ് ഈ കഥ സൂചിപ്പിക്കുന്നത്. ഇതുപോലെ മറ്റൊരു കഥ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട്, ഒരു ചത്ത എലിയുമായി പിന്നെ സമ്പന്നനായിട്ടുള്ള ഒരു കുട്ടിയുടെ കഥ. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നമുക്ക് ആഗ്രഹിക്കുന്നത് എന്താണ്, ആ ആഗ്രഹത്തെ ഫുൾഫില്ല് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ പ്രപഞ്ചം വന്നിട്ടുണ്ട്. ജീവിതത്തിൽ എന്തൊക്കെ നമ്മൾ നേടിയിട്ടുണ്ടോ അതൊക്കെ നമ്മുടെ ആഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ്.
അല്ലെങ്കിൽ നമ്മുടെ ചിന്തയുടെ ഫലമായിട്ടാണ്. അല്ലാതെ വരുന്നത് ഒന്നും നമുക്ക് ഉപകാരപ്രദമാവാൻ സാധ്യത കുറവാണ്. ലോട്ടറി കിട്ടണമെങ്കിലും അതിലൊരു സങ്കല്പം വേണം, ഒരു ആഗ്രഹം വേണം. എന്നാൽ മാത്രമേ ലോട്ടറി ടിക്കറ്റ് എടുത്തു എന്നുള്ളതുകൊണ്ട് മാത്രം കിട്ടില്ല. ഞാൻ ലോട്ടറി പ്രോത്സാഹിപ്പിച്ച് സംസാരിക്കുന്നതല്ല. പക്ഷേ ആ ഒരു മനസ്സിൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അത് നമ്മുടെ ഇതുണ്ടാവണം. കുട്ടിയുടെ ഈ പ്രതീക്ഷയാണ് കുട്ടിയെ വലുതാക്കിയത്. കുട്ടിയെ സംബന്ധിച്ചിട്ട് ഈ വിറകുകൊള്ളി വേണമെങ്കിൽ തെറ്റായ ഒരു കാര്യത്തിന് ഉപയോഗിക്കാമായിരുന്നു. അയലക്കത്തെ വഴക്കൂടി നിൽക്കുന്ന ഒരുത്തൻ്റെ തലയിൽ കൊണ്ട് അടിക്കാനും പറ്റിയ ഉപകരണമാണ് ഈ വിറകും കൊള്ളി. പക്ഷേ അവൻ ചെണ്ടയിലേക്ക് അവൻ ആഗ്രഹിച്ചു പോകുന്ന സമയത്ത് ഈ വിറകും കൊള്ളിയുടെ ഒരു പോസിറ്റീവായിട്ടുള്ള വശങ്ങളാണ് വന്നത്. അല്ലെങ്കിൽ ഈ വിറകും കൊള്ളി തന്നെ അവൻ്റെ ജീവിതത്തിലെ അപകടകാരിയായിട്ട് മാറാം. വഴക്കു കൂടുന്ന ഭാര്യ ഭർത്താവിൻ്റെയും തലയിലടിച്ചെങ്കിലോ അലക്കുകാരുടെ തലയിലടിച്ചെങ്കിലോ സംഗതി അന്തരീക്ഷം കരാഗ്രവാസം വേണ്ടി വന്നാണ്. നമ്മളെന്താണോ പ്രതീക്ഷിക്കുന്നത് അത് നമ്മൾ ആ പ്രതീക്ഷ കുട്ടി കുറേ നാൾ കൊണ്ട് നടന്നപ്പോൾ അതിന് വരാവുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായി. ജീവിതം നമ്മൾ ഫോക്കസ് ചെയ്യുന്നുള്ളത് ഈ അക്വിറ്റി, അതായത് നമുക്ക് എന്താണോ വേണ്ടത് അതിലേക്ക് നമ്മുടെ എനർജീനെ ഫോക്കസ് ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ വേണം എന്നതിനെപ്പറ്റി നമുക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടാവണം. ഐൻസ്റ്റീൻ പറയുമായിരുന്നു, ഞാൻ കടലോരത്ത് പോയിരിക്കുന്നു, പലതരം ചിപ്പികളെയും മുത്തുകളെയും ഞാൻ കാണുന്നു, എനിക്ക് ആവശ്യമുള്ളതിനെല്ലാം കടലോരത്ത് കാണുന്ന എല്ലാം ഞാൻ എടുക്കാറില്ല. ഞാൻ നിരീക്ഷിച്ച് എനിക്ക് ആവശ്യമായിട്ടുള്ളതാണെങ്കിൽ മാത്രം ഞാൻ അതിനെ കൈകൊണ്ടെടുത്ത് അതിനെ വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എൻ്റെ കയ്യിൽ സൂക്ഷിക്കുന്നു. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യം. കാണുന്നതിനെല്ലാം നമ്മൾ ശേഖരിച്ച് വെക്കേണ്ട കാര്യമില്ല. കാണുന്നതിനെ മുഴുവൻ നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യമില്ല. കാണുന്ന മുഴുവൻ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ നമുക്ക് എന്താണോ വേണ്ടത് അത് മാത്രം നമ്മൾ കാണുക. അതാണ് ലക്ഷ്യം നിശ്ചയിച്ചാൽ പിന്നെ അത് മതി. ആ ലക്ഷ്യത്തിന് ചേർന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. അതാണ് കടലോരത്ത് നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. കടലോരത്ത് അല്ലെങ്കിൽ എന്തെല്ലാം മനുഷ്യനാണ് അതാ പറഞ്ഞത്, എന്തെല്ലാം കാര്യങ്ങൾ കിടക്കുന്നുണ്ട്, അതൊക്കെ ആവശ്യത്തിനില്ലാത്തത് നമ്മൾ കുത്തി നിറച്ച് കൊന്നാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ജീവിതം പാഴായിപ്പോവും. വാരി വലിച്ച് നമ്മുടെ സഞ്ചിയിലേക്ക് ഇടേണ്ട കാര്യമില്ല. ആവശ്യമായത് മാത്രം തരിക. നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് ആവശ്യമായത് എന്താണെന്നുണ്ടെങ്കിൽ അത് മാത്രം ചെയ്യും. അതിനാണ് ഈ എയിം കറക്റ്റ് ആവണമെന്ന് പറയുന്നത്. ഇത് പലരുടെ ജീവിതം എനിക്ക് തോന്നാറുള്ളത് ഈ വിജയിക്കാത്തതിൻ്റെ പിന്നിലുള്ള പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് എയിമില്ലാത്തതുകൊണ്ടാണ്. ഇത് വളരെ വിശദമായിട്ട് ഞങ്ങളൊരു പഠനം നടത്തിയിരുന്നത്. ഞങ്ങളുടെ ഒരു 10 പേരടങ്ങുന്ന ഒരു ടീം ഞങ്ങളുടെ സൈക്കോളജി പഠിക്കുന്ന ഒരു ടീം ഞങ്ങൾ ഇരുന്നിട്ട് ഇതിനെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്തു. കേരളത്തിലെ എത്ര പേർക്ക് വ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ ലോകത്തിലെ എത്ര പേർക്ക് വ്യക്തമായിട്ടുള്ള ലക്ഷ്യമുണ്ടെന്നുള്ള കാര്യം നമുക്കൊന്ന് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ 10 പേര് സർവേ നടത്തി. ഓരോരുത്തരും 10 വ്യക്തികളെ കണ്ടുപിടിച്ച് അവരുടെ ജീവിതത്തിലെ ലക്ഷ്യം എന്താണ്, അത് വളരെ സിമ്പിളായിട്ടുള്ളതായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യമുണ്ടോ, അടുത്ത ഈ മാസം നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു തീർക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി, അടുത്ത 1 കൊല്ലത്തിനുള്ളിൽ നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി എന്താണ് ചെയ്തു തീർക്കുന്നത്, 5 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു, 10ാമത്തെ വർഷം നിങ്ങളുടെ സാമ്പത്തിക നില എന്തായിരിക്കും, നിങ്ങളുടെ കുടുംബത്തിൻ്റെ നില എന്തായിരിക്കും, നിങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസ് എന്തായിരിക്കും. ഇത്തരം കുറച്ച് ചോദ്യങ്ങളായിരുന്നു ചോദിച്ചത്. വളരെ ദുഃഖിപ്പിക്കുന്ന ഒരു സംഭവമാണ് നടന്നത്. ഒരാളാണ് അതിനോട് കുറച്ച് മാന്യമായി പെരുമാറിയത്. ബാക്കിയുള്ള ആർക്കും തന്നെ, അതായത് 10 പേരെ വെച്ച് നോക്കുന്ന സമയത്ത് 100 പേരായിട്ട് ഇൻ്റർവ്യൂ നടത്തി കഴിഞ്ഞതിന് ശേഷം ഒരാളാണ് പോസിറ്റീവായിട്ട് പറഞ്ഞത്, എനിക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ട്, ഇത്രാമത്തെ വർഷം ഞാൻ ഇന്നതാവും, ഇന്ന 5ാമത്തെ വർഷത്തിൽ എൻ്റെ ഫിനാൻഷ്യൽ ഇത് ഇന്നതായിരിക്കുന്നു, വ്യക്തമായ ലക്ഷ്യമുള്ള ഒരാളെയാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. ബാക്കി 99 പേർക്കും. ഇത് ഒരുപക്ഷെ ഒരു ഗ്രാമത്തിൽ നടന്നൊരു സംഭവമായിരിക്കും. ഈ സർവേ നടന്ന ഒരു ഗ്രാമവുമായി ബന്ധപ്പെട്ട തൊട്ടടുത്തൊരു ചെറിയ ടൗണിലാണ്. അതുകൊണ്ടാണൊന്നും എനിക്കറിയില്ല, ഇനി വലിയ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ മാറ്റമുണ്ടാവാം. പക്ഷേ ഇതൊരു ദയനീയമായിട്ടുള്ളൊരു സംഗതിയായിരുന്നു. 99% ആൾക്കാർക്ക് ഞാൻ അടുത്ത 5 വർഷത്തിനുള്ളിൽ എന്താവും, ഞാൻ ആരാവും, വ്യക്തമായൊരു പ്ലാനിങ് അല്ലെങ്കിൽ വ്യക്തമായ ഒരു ലക്ഷ്യമില്ലാത്തവരായിട്ടാണ് കണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഒരു കൃത്യമായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വ്യക്തമായ ഒരു സൂചന വേണം.
ഈ ജീനി കെട്ടിയ കുതിരകളെ പോലെയാവണം. നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി ചേർന്ന കാര്യങ്ങൾ മാത്രം ചെയ്യും. എനിക്ക് ചില ആൾക്കാരെ അറിയാം, ആരെന്ത് പറഞ്ഞാലും അതൊക്കെ കേട്ട് അവർക്കൊക്കെ വേണ്ടി ജീവിതം പാഴാക്കുകയും എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുകയും ചെയ്യുകയും അവസാനം ഇയാൾ ജീവിതം തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അയാൾ ഒന്നും നേടിയിട്ടില്ലാത്ത ചില മനുഷ്യന്മാരെ എനിക്കറിയാം. എന്താ കാരണം? അയാൾക്ക് വേണ്ടത് എന്താണെന്ന് അയാൾക്ക് കൃത്യമായ അറിവില്ല. അതുകൊണ്ട് എന്തുണ്ടാകും, ഇയാളുടെ എനർജി മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും, അതാണ് പറഞ്ഞാൽ കടലോരത്ത് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും കൂടി പറക്കിടുന്ന ഒരു സ്വഭാവത്തിലേക്ക് പോകുന്ന സമയത്ത് അയാൾ വിജയമല്ല പരാജയത്തിലേക്ക് പോവുകയാണ്. അപ്പം നമുക്ക് വ്യക്തമായിട്ട് ബോധവാന്മാരായിരിക്കണം നമുക്ക് എന്തൊക്കെ വേണം. എന്നാൽ മാത്രമാണ് നമ്മുടെ ഈ തുഴയലിൽ നമ്മുടെ ജീവിതത്തിൽ ഈ വിജയം കണ്ടെത്താൻ പറ്റുള്ളൂ. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അക്കരെ എത്തണം, എനിക്ക് എത്തണം, എവിടെ എത്തണം വ്യക്തമായ ധാരണയില്ല. അവസാനം വഞ്ചിയിൽ കയറിയിരിക്കുകയാണ്. വഞ്ചിയിൽ കയറിയിരുന്നിട്ട് നല്ലോണം തുഴയാണ്. എനിക്ക് എത്തണം. എത്തുന്നില്ല നോക്കി തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ സംഭവിക്കണം, വഞ്ചി കെട്ടിയിരിക്കുന്ന കയറ് പോലും അഴിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ചിന്തകളെ മാറ്റുന്നില്ല. നമ്മുടെ തോട്ട് പ്രോസസ്സ് മാറാത്തതുകൊണ്ട് എന്ത് ചെയ്യും, വഞ്ചി കെട്ടി അഴിച്ചിട്ടില്ല, തുഴയാണ്. എനിക്ക് എത്തണം എന്ന് പറയണ്ട, എവിടേക്ക് എത്തണം, അക്കരെ എവിടെ എത്തണം, വ്യക്തമായിട്ട് അറിയില്ല. ഇതെങ്ങനെ ജീവിതത്തിൽ വിജയിക്കും? ഇതെങ്ങനെ സംഭവിക്കുന്നു? അത് വ്യക്തമായി ലക്ഷ്യമില്ലാത്തൊരു ജീവിതം എന്ന് പറയുന്നത് വിജയത്തിൻ്റെ ഭാഷയല്ല, ഇത് പരാജയത്തിൻ്റെ ഭാഷയാണ്. ഒരു രാഷ്ട്രം വികസിക്കുന്നത് വിജയത്തിൻ്റെ ഭാഷ അറിയുന്ന അനേകം വ്യക്തികളുണ്ടാകുന്ന സമയത്താണ്. ഓരോ ദിവസവും നമുക്ക് ഇന്ന് ഞാൻ എന്ത് നേടും എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി എന്ന് പറയണം. ആദ്യം ലക്ഷ്യം തീരുമാനിക്കണം, വ്യക്തമായ ലക്ഷ്യം തിരിക്കണം. പല കാര്യം ചെയ്യരുത്, നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ട ചേർന്ന കാര്യങ്ങൾ മാത്രം ചെയ്യും. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല, നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി ഒരുപാട് കാര്യം ചെയ്യണം. നിങ്ങളുടെ ലക്ഷ്യത്തിലല്ലാത്ത ഒരു കാര്യത്തിന് നിങ്ങൾ സമയം ചെലവഴിക്കുന്ന സമയത്ത്, നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് പറയണം, നിങ്ങൾ സ്വയം പറയണം ഞാനിപ്പോൾ ടൈം വേസ്റ്റിലാണെന്ന്. ടൈം വേസ്റ്റ് ആക്കാനുള്ളതല്ല, ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് ജീവിതം സാർത്ഥകമാകുന്നത്. നിങ്ങളെ സന്തോഷിപ്പിക്കും, നിങ്ങളെ ലക്ഷ്യം തീരുമാനിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഘടകം, വാട്ട് വിൽ യു ഹാപ്പി, അതറിഞ്ഞിരിക്കണം. അതറിഞ്ഞാലേ നമുക്ക് വ്യക്തമായിട്ടൊരു ലക്ഷ്യം പറ്റുള്ളൂ. ഒരാൾക്ക് അധ്യാപകനാവാൻ ആഗ്രഹം, പക്ഷെ അയാൾക്ക് ടീച്ചിങ്ങിൽ സന്തോഷം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ അയാൾ അധ്യാപകനാവുന്നത്? അയാൾക്കതൊരു ഭാരമാണ്. ഒരാളൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു, എന്തിന് ബിസിനസ് തുടങ്ങണം, അതിനൊരു കാരണം കണ്ടെത്തണം. ഓക്കെ, പണം ഉണ്ടാവണം. പണം ഉണ്ടായാൽ എന്താണ്, പണം ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം, എനിക്ക് ഇന്നതൊക്കെ ലക്ഷ്യമുണ്ട്, ഇന്ന ചാരിറ്റി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഇന്ന പ്രവർത്തനം ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് വ്യക്തമായ ലക്ഷ്യമായിരിക്കും. പണം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സത് അംഗീകരിക്കില്ല. എന്തിന് പണം ഉണ്ടാക്കണം, അതാണ് ക്രിസ്റ്റൽ ക്ലിയർ. അങ്ങനെ ചിന്തിച്ച് പോകുന്ന സമയത്ത് നമ്മുടെ സ്ട്രെങ്ത്തൊക്കെ പുറത്തേക്ക് വരും. അങ്ങനെ സ്ട്രെങ്ത് പുറത്തേക്ക് വരുന്ന സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് വ്യക്തമായ ഒരു ലക്ഷ്യം പ്രവർത്തിക്കാനുള്ള ഒരു ഊർജ്ജമൊക്കെ കിട്ടും. ഈ അടുത്ത് എനിക്ക് ബാംഗ്ലൂർ ഒരു 6 ദിവസത്തെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വന്നു. അപ്പം ഞങ്ങളുടെ ടീമിലുണ്ടായിരുന്ന ഒരു സ്ത്രീ ആവശ്യമില്ലാതെ ഇങ്ങനെ സംസാരിക്കുന്നു, ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നു, ടീമിൽ ഡോമിനേറ്റ് ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് അവസരം നിഷേധിക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഞാൻ അവരോട് പരിചയപ്പെട്ട് അടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാനൊരു പീസ് ഓഫ് പേപ്പർ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും നിങ്ങളുടെ സ്ട്രെങ്ത്തുകൾ എന്താണ്, കഴിവുകൾ എന്താണെന്ന് എഴുതാൻ പറഞ്ഞു. അവർ 1 മണിക്കൂറിനുള്ളിൽ 40 അവരുടെ കഴിവുകൾ എഴുതി. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരുപാട് കഴിവുള്ളൊരു സ്ത്രീയാണ്, പിന്നെ എന്തിനാണ് മറ്റുള്ളവർക്ക് മുമ്പിൽ ഞാൻ കുറഞ്ഞു പോയോ എന്നുള്ളൊരു ധാരണയോടുകൂടി അതിൻ്റെ മുമ്പിൽ ഡോമിനേറ്റ് ചെയ്യാനുള്ള ശ്രമം നടക്കണം. അങ്ങനെ പല കാര്യങ്ങളും അതായിട്ട് ബന്ധപ്പെട്ട് അവരോട് സംസാരിച്ചു. ആ 2ാമത്തെ ദിവസം മുതൽ 6 ദിവസം കഴിയുന്നത് വരെ അവർ വളരെ ശാന്തമായിട്ടാണ് ആ ക്ലാസ് കൈകാര്യം ചെയ്തത്. ആ ക്ലാസ്സിൽ പിന്നെ ഇരുന്ന് ആർക്കും അവരെ കൊണ്ടൊരു ശല്യം തോന്നില്ല. കാരണം അവർക്ക് വ്യക്തമായി അവരെ പറ്റിയുള്ളൊരു ധാരണ വന്നതോടുകൂടി, അവരുടെ ഹൃദയത്തിൻ്റെ പുഷ്പം അല്ലെങ്കിൽ ഹൃദയ പത്മം തുറന്നു വന്നതോടുകൂടി അവർക്ക് അവരെ പറ്റിയുള്ള ധാരണ തന്നെ മാറി. ധാരണ മാറിയപ്പോൾ എന്തുണ്ടായി, ഒരു ഭംഗിയായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റി. ഞാൻ ഈ ട്രെയിനിങ്ങിൽ നിങ്ങളുടെ ലക്ഷ്യം എന്തായിരിക്കണം, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്, അത്തരം കാര്യങ്ങളും കൂടി അവരോട് സംസാരിച്ചു. വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് അവർ ക്ലാസ് കഴിഞ്ഞ് പോകുന്നത്. സാധാരണ മനുഷ്യർക്ക് ഇവിടെ ഒരു കുറവുമില്ല.
അസാധാരണ മനുഷ്യന്മാരെയാണ് നമുക്ക് ആവശ്യം. സാധാരണ മനുഷ്യന്മാർ സാധാരണ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്നു. അസാധാരണന്മാരായിട്ട് നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ ഉപയോഗപ്പെടുത്തുക. അതിനുള്ള ഈശ്വരൻ തന്നൊരു വരദാനമാണ് ഈ ബ്രെയിൻ എന്ന് പറയുന്നത്. ബ്രെയിനിലേക്ക് തോട്ട് പ്രോസസ്സ് അല്ലെങ്കിൽ തിങ്കിങ് പ്രോസസ്സ് നമ്മൾ കറക്റ്റ് ചെയ്യണം. വിജയത്തെ പറ്റി മാത്രം ചിന്തിക്കുക. ഉള്ളിലൊരു വിത്ത് പാകുക, ലക്ഷ്യത്തിൻ്റെ ഒരു വിത്ത് പാകുക, എന്നിട്ട് അതിനെ മുളപ്പിക്കുക. അതിനോട് കോംപ്രമൈസ് ചെയ്യരുത്, ലക്ഷ്യത്തിന് വേണ്ടി കോംപ്രമൈസ് ചെയ്യരുത്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരാളാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? പശുവിനെ വളർത്തണം. എന്താ പശുവിനെ വളർത്തണം? നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരാളല്ലേ? അല്ല, പശുവിനൊക്കെ വളർത്തുമ്പോൾ കുറച്ച് കാശൊക്കെ കിട്ടും, അപ്പോൾ നിങ്ങൾക്ക് വേറെ വല്ല കാര്യങ്ങൾ ചെയ്തുകൂടെ? അല്ല, ഇത് വേറെ കാര്യങ്ങൾക്ക് പോയാൽ അവിടെയൊക്കെ ഒരു പച്ച പിടിക്കാനൊക്കെ ഒരു സമയം പിടിക്കില്ല, അതുകൊണ്ട് ഞാൻ പശുവിനെ വളർത്തണു. നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരാൾക്ക് പശുവിനെ വളർത്തലാണോ ജോലി? അല്ല, ഞാനിപ്പോൾ ഒരു പശു കൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോകണം. അതേ കുരങ്ങനെ പിടിക്കുന്ന ആൾക്കാർ എന്തെന്ന് വെച്ചാൽ ഈ കരിക്ക് വെട്ടും. കരിക്ക് വെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നട്ട്സ് ഇടും, കാഷ്യൂനട്ടൊക്കെ ഇടും. കുരങ്ങൻ വന്നിട്ട് ഈ കൈ അതിൻ്റെ ഉള്ളിൽ കടത്തും. കൈ കടത്തി കഴിഞ്ഞിട്ട് പിന്നെ കാശുവണ്ടി പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ യാതൊരു കാരണവശാലും വിടൂല. അപ്പോൾ അങ്ങോട്ട് വലിക്കും, കിട്ടൂല. വീണ്ടും വലിക്കും, കിട്ടൂല. പിന്നെ ഇവന് കുരങ്ങനെ മരത്തുമ്പോൾ കയറാൻ പറ്റില്ല, കാരണം ഇതുമ്പോൾ കരിക്ക് വിട്ടേക്കുക. ഇവന് കൈ വിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഊരിപ്പോരാം, പക്ഷെ അവൻ വിടൂല, മരിച്ചാലും വിടൂല. അതുപോലെ ചില മനുഷ്യരും സ്വന്തം ജീവിതത്തിൽ എല്ലാം ഉണ്ടായിട്ടും അവനിൽ തന്നെ ലിമിറ്റ് ചെയ്ത് എനിക്ക് പശുവിനെ വളർത്തലേ പറ്റുള്ളൂ എന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ആൾക്കാർ ചിന്തിച്ച് ഇപ്പോഴും അവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ നമ്മളെ തന്നെ ലിമിറ്റ് ചെയ്യണം. അപാരമായ കഴിവിൻ്റെ ഉടമകളാണ്, അപാരമായ പോസിറ്റീവ് എനർജിയുടെ ഉടമകളാണ് നമ്മൾ. അത് നമ്മൾ കണ്ടെത്തി ഈ പ്രോസസ്സ് ശരിയാക്കി, ബ്രെയിനിൻ്റെ പ്രോസസ്സ് ശരിയാക്കിയിട്ട് നമ്മളെ വളർത്തി കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ ഡ്രീം വർക്ക് ചെയ്യാൻ തുടങ്ങും, ഈ ലക്ഷ്യങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പം ലക്ഷ്യങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് അതിന് ചേർന്ന കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ആകർഷിക്കപ്പെട്ടു വരും, ജനങ്ങൾ ആകർഷിക്കപ്പെട്ടു വരും. നിങ്ങൾ വ്യക്തമായിട്ടൊരു ലക്ഷ്യമുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങളുടെ സമൂഹത്തിൽ നിന്ന് നിങ്ങളുടെ ലക്ഷ്യത്തിന് ചേർന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് ആകർഷിച്ചു വരികയും, അങ്ങനെ വരണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയണം. ലക്ഷ്യത്തിന് വേണ്ടി ചേർന്ന മാത്രം കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകണം. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഹൃദയം വിശാലമായിട്ട് ലക്ഷ്യവുമായി മുന്നോട്ട് പോകുന്നതിലേക്ക് ജനങ്ങൾ ആകർഷിച്ചു വരും. അങ്ങനെ ജനങ്ങൾ ആകർഷിച്ചു വരുന്നൊരു കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി ആവുന്ന സമയത്ത് ജീവിതത്തിൽ വിജയമെന്നും സംഭവിക്കും. അങ്ങനെ വിജയത്തിന് വേണ്ടി കാത്തു ഇരിക്കാതെ വിജയത്തിന് വേണ്ടി ഇപ്പോൾ മുതൽ നമുക്ക് പ്രവർത്തിക്കാൻ ആരംഭിക്കണം. എന്നാലേ വിജയം നമ്മളെ തേടി വരുള്ളൂ. എല്ലാവരും വിജയിക്കട്ടെ. വിജയിക്കുക. ഒരു കോംപ്രമൈസും വേണ്ട. വിജയത്തോട് കോംപ്രമൈസ് ചെയ്തത്. വിജയമില്ലാതെ വേറെ ഒന്നും എനിക്ക് വേണ്ട എൻ്റെ ജീവിതത്തിൽ എന്ന് ദൃഢപ്രതിജ്ഞ ഇപ്പോൾ ചെയ്യുക. നമ്മൾ വിജയിക്കും.